പാർലമെന്റിൽ എൻ.ഡി.എ മന്ത്രിമാർക്കും എം.പിമാർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എണീക്കുന്ന സമയത്ത് ബി.ജെ.പി എം.പിമാരും കേന്ദ്രമന്ത്രിമാരും ഓടിയൊളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എപ്സ്റ്റീൻ ഫയൽസ് കഴിഞ്ഞ ദിവസം സഭയിൽ കുത്തിപ്പൊക്കിയ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചപ്പോൾ പ്രധാനമന്ത്രി മോദിയും മൗനമായി കാണപ്പെട്ടു. പിന്നാലെ സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണാനെത്തിയ രാഹുൽ ഗാന്ധി ബി.ജെ.പി എം.പിമാരെയും പ്രധാനമന്ത്രിയെയും കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. ഇന്ത്യ എം.പിമാർ ഒറ്റക്കെട്ടായി രാഹുലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കാണാൻ സാധിക്കുന്നത്. ഒറ്റയാൾ പട്ടാളമായി രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രിമാരെ ആഞ്ഞടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാർ നടത്തിയ വാർത്താ സമ്മേളന വേദിയിലേക്ക് രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി കടന്നു ചെന്നത് ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദൻ ജോഷിയും അശ്വിനി വൈഷ്ണവുമാണ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ടത്. ഈ വാർത്താ സമ്മേളന വേദിയിലേക്കാണ് രാഹുൽ ഗാന്ധി എൻട്രി നടത്തിയത്. ഇതോടെ പെട്ടെന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് കേന്ദ്രമന്ത്രിമാർ സ്ഥലം കാലിയാക്കി. എന്നാൽ വിടാൻ രാഹുൽ ഗാന്ധി ഒരുക്കമായിരുന്നില്ല. ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദൻ ജോഷിയുടെ കയ്യിൽ പിടിച്ച് രാഹുൽ ഗാന്ധി തടഞ്ഞു നിർത്തി. എന്നാൽ രാഹുലിന് മുന്നിൽ പെട്ടാലുള്ള അവസ്ഥ മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രിമാർ ആ കൈ തട്ടിമാറ്റിയാണ് മുന്നോട്ട് കുതിച്ചത്. വരൂ, നമുക്ക് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്താമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പരസ്യമായി സംവാദത്തിന് തയ്യാറാകുമെന്നും അതിനുവേണ്ടി സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താമെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തായാലും തിരിഞ്ഞു നോക്കാതെ കേന്ദ്രമന്ത്രിമാരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ കാണുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. നേരത്തെ പാർലമെന്റിന് പുറത്തുവെച്ച് മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ കേന്ദ്രമന്ത്രിയുമായ റവനീത് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി ചതിയ എന്ന് വിളിച്ചത് വൈറലായ വീഡിയോ ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി.ജെ.പിക്ക് കൈകൊടുത്ത ബിട്ടുവിനെ അന്ന് രാഹുൽ ഗാന്ധി കണക്കിന് വിമർശിച്ചത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിമാരെ തടഞ്ഞു നിർത്തുവാനും രാഹുൽ ഗാന്ധി തയ്യാറായത്. ഇതടക്കം ഈ സമ്മേളന കാലയളവിൽ ഭരണപക്ഷത്തെ ഒന്നാകെ ഏറിൽ കയറ്റുകയാണ് രാഹുൽ ഗാന്ധി. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയില്ലാതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭ പാസാക്കേണ്ടി വന്നത് രാഹുൽ ഇമ്പാക്റ്റിന്റെ മറ്റൊരു വശമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രസംഗിപ്പിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ശാഠ്യത്തിന് മുന്നിൽ സർക്കാർ പരാജയം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി നടത്തിയ മറുപടി പ്രസംഗം പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു. ലോക്സഭയിൽ 4 ദിവസമായി രാഹുൽ ഗാന്ധിയെ പ്രസംഗിപ്പിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കറുടെ നടപടി അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പ്രതിപക്ഷ എം.പിമാരുടെ പ്രതിഷേധം മുൻകൂട്ടി കണ്ട് മറുപടി പ്രസംഗം വേണ്ടെന്ന് വെച്ച പ്രധാനമന്ത്രി സഭയിൽ തന്നെ വന്നില്ല എന്നും കാണാൻ സാധിക്കും. പ്രതിഷേധം തുടങ്ങിയത് തൊട്ട് പ്രധാനമന്ത്രി സഭയിൽ വരുന്നില്ല. തുടർന്ന് മറുപടി ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ലോക്സഭാ സ്പീക്കർ നന്ദി പ്രമേയം വായിക്കുകയായിരുന്നു. പ്രതിപക്ഷ എം.പിമാരുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടെ ശബ്ദ വോട്ടോടെ പാസാക്കുകയാണ് ബി.ജെ.പി ചെയ്തത്. 2004 ജൂണിൽ UPA സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ലോക്സഭയിൽ എത്തിയിരുന്നുവെങ്കിലും അന്ന് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ അനുവദിച്ചില്ല. അതിൻ്റെ കണക്കുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രിമാരെ തടയാൻ ഓടിയെത്തിയ രാഹുൽ ഗാന്ധിയുടെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. Let's do it together.